ആവശ്യപ്പെടുന്നതനുസരിച്ച് നൽകാൻ വേണ്ടി ഖജനാവിന്റെ താക്കോൽ പ്രവാചക പ്രഭുവിന്റെ കയ്യിലാണുള്ളത്. നൽകപ്പെടുന്നതും നമുക്ക് ലഭിക്കുന്നതെന്തും ആ കയ്യിൽ നിന്നാണ്. അത് അവിടുത്തെ പ്രത്യേകതയാണ്. അറിയപ്പെടുന്ന ഒരാളുടെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ ആ ആളെ അറിയിച്ചവർ എന്താണോ അവരെപ്പറ്റി അറിയപ്പെടാൻ കാരണമായി പറഞ്ഞത് അത് നാം അനുധാവനം ചെയ്യണം. സ്വലാത്ത് വർദ്ധിപ്പിക്കൂ, അതെല്ലാ വിജയത്തിനും ഉയർച്ചയ്ക്കും ആവശ്യമായതെല്ലാം വന്നു ചേരുന്നതിനും എളുപ്പമാണ്. ദലായിൽ മുടക്കാത്തവരും അതിന് ഖിദ്മ ചെയ്യുന്നവരുമാണ് ദാറുൽ ഹക്കമിന്റെ അനുയായികളും അവരോട് ബന്ധം സ്ഥാപിച്ചവരും. അത് സൗഭാഗ്യത്തിന് കാരണമാണ്. അനുവദിക്കപ്പെട്ട ആയുസ്സിനപ്പുറത്തേക്ക് ആർക്കും ജീവിക്കാനാകില്ല. ആ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും സൗഭാഗ്യത്തിന് നമ്മുടെ ജീവിതം കാരണമായെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ആത്മസംതൃപ്തി. ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ നല്ലൊരു ജീവിതം നമുക്കുണ്ടാവണം. അതിന് ഏറ്റവും നല്ലത് സ്വലാത്ത് കൊണ്ട് നാവ് എപ്പോഴും നനഞ്ഞിരിക്കലാണ്.